അഹ്ലുൽ കിതാബിന് വിവാഹം കഴിക്കുന്ന അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിൽ യഹൂദ നസാറാക്കൽ എന്ന് പറയപ്പെടുന്നവർ പലരും നിരീശ്വരവാദികളാണ്. നസാറാക്കളല്ല, അവർക്ക് ഇഞ്ചിലോ ഇല്ല, അവർക്ക് ഈ പറഞ്ഞ ഒരു കാര്യത്തിലൊക്കെ വിശ്വാസമില്ല. വലിയൊരു വിഭാഗം നസാറാക്കൾ ഇന്ന് നിരീശ്വരവാദത്തിലാണ്. അവർക്ക് അവരുടെ മതം പേരിന് പോലും കൊണ്ട് നടക്കുന്ന ആൾക്കാരല്ല. അഹ്ലുൽ കിതാബിന് വിവാഹം കഴിക്കുന്ന അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നിബന്ധനകളുണ്ട്. ഒരു നിബന്ധന, അവർ ജീവിതത്തിൽ വിശുദ്ധിയുള്ളവരായിരിക്കണം, ഹറാമായ ബന്ധങ്ങളോ മറ്റോ ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് തന്നെയും സഹാബികൾ അത് പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നില്ല. കാരണം മക്കൾ ദീന് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നസാറാക്കളിൽപ്പെട്ട അല്ലെങ്കിൽ അഹ്ലുൽ കിതാബുകാരിൽപ്പെട്ട യഹൂദ നസാറാക്കൾ അവരിലെ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ അനുവാദമാണ്, അല്ലാതെ പുരുഷന്മാർക്ക് സ്ത്രീകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ അനുവാദമല്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആൾക്കാർ വിധിവിലക്കൽ കുറച്ച് കേൾക്കും, ബാക്കി പിന്നെ ചിന്തിക്കില്ല. സ്ത്രീകളെ വിവാഹം കഴിക്കാൻ അനുവാദം. അത് തന്നെ എന്തുകൊണ്ടാണ് സ്ത്രീകളെ മാത്രമാക്കിയതെന്ന് ചില പണ്ഡിതന്മാർ, മുഹമ്മദ് അത്തി അസാലി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞേക്കണം. കാരണം ഒരു മുസ്ലിമായ ഒരു കുടുംബത്തിൽ സ്വാഭാവികമായിട്ട് പുരുഷനായിരിക്കും മേൽക്കൈ ഉണ്ടാവുക. മുസ്ലിമായ ഒരാൾ ഈസയെ ബഹുമാനിക്കുന്നു, മൂസയെ ബഹുമാനിക്കുന്നു, തൗറാത്തും ഇഞ്ചീലും ബഹുമാനിക്കുന്നു, ഇതൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. സ്വാഭാവികമായിട്ടും അവനൊരിക്കലും നസ്രാനികൾ ആദരിക്കുന്ന ഒരു നബിയെയോ മറ്റോ ചീത്ത പറയാൻ പോകുന്നില്ല, തൗറാത്തിനെ ആക്ഷേപിക്കാൻ പോകുന്നില്ല, ഇഞ്ചീലിനെ ആക്ഷേപിക്കാൻ പോകുന്നില്ല. തിരിച്ച് നസാറാക്കൾ അല്ലെങ്കിൽ യഹൂദർ ഈ രണ്ട് വിഭാഗവും നമ്മുടെ നബിയെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഒരു നസ്രാനിയായ പുരുഷൻ്റെ കീഴിൽ മുസ്ലിമായ സ്ത്രീ ജീവിക്കുക എന്നുള്ളത് പ്രയാസകരമാണ്. അവളുടെ ദീൻ എന്തായാലും അപകടത്തിലായിരിക്കും. തിരിച്ചങ്ങനെ ഇരിക്കില്ല. മാത്രമല്ല നസ്രാനിയായ സ്ത്രീ അവൾ ഇസ്ലാം സ്വീകരിക്കാനുള്ള സാധ്യതയും ഉണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ. പക്ഷേ അല്ലാഹു അലം, ഈ കാലഘട്ടത്തിൽ ദീനിൻ്റെ വിധിവിലക്കുകൾ മുസ്ലിമായ പെണ്ണിനെ കല്യാണം കഴിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് തന്നെ തീരാറില്ല. പിന്നെ ഒരു മുസ്ലിം അല്ലാത്ത സ്ത്രീ വിവാഹം കഴിച്ച് ജീവിച്ചാൽ ഉണ്ടാകുന്ന മതപരമായ പ്രശ്നങ്ങൾ, അതിൽ ഉണ്ടാകുന്ന വിധിവിലക്കുകൾ ഉണ്ടാകുന്ന അപകടങ്ങൾ വളരെ ഗൗരവപ്പെട്ടതായിരിക്കും. ഇത് നന്നായി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മീസാഖുൻ ഗലീദ്, ഗുരുതരമായ ഒരു കരാർ എന്ന് പറഞ്ഞ കാര്യമാണ് വിവാഹം. ഇത് കളിക്കാനുള്ള കാര്യമല്ല, ഇത് അല്ലാഹുവിൻ്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇസ്ലാമിക വിധിവിലക്കുകൾ പഠിക്കാനും മനസ്സിലാക്കാനും അത് പാലിക്കാനും ഒക്കെ ശ്രദ്ധിക്കുക.